ഹലോ. അപ്പം നമ്മളിന്ന് നോമ്പിൻ്റെ സ്പെഷ്യൽ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. പെരുന്നാളല്ലേ വരുന്നത്, നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ ഉപ്പിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടി വെച്ച് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പെരുന്നാളിന് മുന്നേ ഇതെടുത്ത് ഉണ്ടാക്കി വെച്ചാലാണ് അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പും പുളിയെല്ലാം പിടിച്ച് മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാർ കഴിക്കാനായിട്ട്. വളരെ കുറച്ച് മാങ്ങയാണ് കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. പിന്നെ എനിക്ക് ഈ ഉലുവയും കടുകൊക്കെ എത്ര എടുത്തതെന്ന് അളവ് പറഞ്ഞു തരാൻ ഞങ്ങൾക്കെല്ലാം ഒരു കൈ കണക്കാണ്. കൈയിൻ്റെ അളവിൽ അങ്ങനെ എടുത്ത് ശീലമായിട്ടേ ഇത്ര അളവ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഇത് നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ്. വെളിച്ചെണ്ണയിലാകുമ്പോൾ അത് പെട്ടെന്ന് കേടൊന്നു പോകാനും ഉള്ള സാധ്യത കൂടുതലാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഇതുവരെയായിട്ട് സക്സസ് ആയിട്ടുള്ളത്. ഉലുവയും കടുകും ഞാൻ ആദ്യം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വീണ്ടും ഞാൻ ഒരു നുള്ള് ഉലുവയും കടുകും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്ന അച്ചാർ പൊടിയാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡിൻ്റെ അച്ചാർ പൊടി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മാങ്ങ ചേർക്കുന്നുണ്ട്, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണത്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും മസാല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൽ സുർക്ക ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അച്ചാർ പൊടി മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് സുർക്കയെല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് അതിൽ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഉണക്കമാങ്ങയായ കാരണം നമ്മൾ എത്രത്തോളം സുർക്ക ഒഴിച്ചാലും അത് കാണത്തില്ല, അത് കുടിച്ചുകൊണ്ടിരിക്കും, അത് വറ്റിങ്ങാണ്ടിരിക്കും സുർക്ക ഒഴിച്ചാൽ. അപ്പോൾ എൻ്റെ അച്ചാർ റെസിപ്പി ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളേ. താങ്ക് യു.